ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ ഗൾഫിൽ പോകുന്ന എന്തിനാണ്? കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാനാണ്. വാസ്തവത്തിൽ അതിഥി തൊഴിലാളികളുടെ ഗൾഫാണ് കേരളവും, പ്രത്യേകിച്ച് പെരുമ്പാവൂരും. ധാരാളം തൊഴിലാളികൾ ഇവിടെ തൊഴിൽ തേടി വരികയുണ്ടായി. പെരുമ്പാവൂരിലെ തടി പ്ലൈവുഡ് വ്യവസായങ്ങൾ കുതിച്ചു കയറി. വ്യവസായവുമായി സാമ്പത്തികമായി മുന്നേറുന്ന പെരുമ്പാവൂരിനെ, ആ മുന്നേറ്റത്തെ നേതൃത്വം കൊടുത്ത മുഴുവൻ വ്യവസായികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പെരുമ്പാവൂരിന്റെ സുരക്ഷതയിലും വളർച്ചയിലും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കൂടുതൽ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് തുഫാൻ ജാഗരൻ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ഈ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 1 മാസം ഇന്നലെ പൂർത്തിയായി. ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസും ജനങ്ങളും ചേർന്ന ജോയിന്റ് ഓപ്പറേഷന് മാത്രമേ ഇത് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിഥി തൊഴിലാളികളെ മറയാക്കിയും അവരെ ഉപയോഗിച്ചും ലഹരി മാഫിയ കേരളത്തിൽ തന്നെ വൻതോതിലുള്ള ലുക്രേറ്റീവ് ബിസിനസ്സായി ഇത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വന്ന ലഹരി മാഫിയയ്ക്ക് സ്വയം കഴിയുമെന്ന്, കേരളത്തിൽ വന്ന ലഹരി മാഫിയയ്ക്ക് സ്വയം പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. മലയാളികളായിട്ടുള്ള, നമ്മുടെ തദ്ദേശവാസികളായിട്ടുള്ള കേരളത്തിന്റെ പല ഭാഗത്തും ഇത് ഏറ്റവും ആകർഷകമായ വ്യവസായമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അത്തരം ക്രിമിനലുകൾ, ലഹരി ശൃംഖലയിലെ പല മാന്യന്മാരും ഈ കണ്ണിയോടൊപ്പം ചേർന്നു എന്നുള്ളതും ദുഃഖകരമായ ഒരു കാര്യമാണ്. പോലീസ് അവരുടെ ഓരോരുത്തരുടെയും പിന്നിലുണ്ട് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 മണി വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഇത്രയും വലിയൊരു പോരാട്ടം നടന്നിട്ടില്ല. തുഫാൻ കെയർ ലഹരി വ്യാപനം തടയുന്നതോടൊപ്പം ലഹരിക്ക് അടിമകളായ ഏതാണ്ട് 70ഓളം ആളുകളെ ഞങ്ങളിപ്പോൾ ആശുപത്രികളിൽ ചികിത്സിക്കുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ് കേരള പോലീസ് നിറവേറ്റുന്നത്. കേരളത്തിലെ പ്രമുഖങ്ങളായ 35 ആശുപത്രികളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഇതിന് തയ്യാറാണ്. അതിന് തുഫാൻ കെയർ എന്ന് പറയും. ആ തുഫാൻ കെയറിന് ആദ്യമായി ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ആശുപത്രികളും ഇതിന്റെ ഭാഗമായി ചേരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, തെലങ്കാന എന്നീ മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തയച്ചു. ഈ മാസം 10-ാം തീയതി നമ്മുടെ DGPയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ DGPമാരും കേരളത്തിൽ ഒത്തുചേരുകയാണ്. ഈ എല്ലാ DGPമാരും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും പുതുച്ചേരിയുടെയും തെലങ്കാനയുടെയും DGPമാർ ഒരുമിച്ച് സമ്മേളിച്ച് കേരളത്തിന്റെ 4 അതിരുകളിലേക്ക് ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആളുകളെ തടയാനുള്ള ഒരു വിപുലമായ പദ്ധതി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ പരസ്പരമുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഈ കാര്യത്തിൽ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അതിനു വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എല്ലാവരെയും, മറൈൻ പോലീസ്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ്, കസ്റ്റംസ്, CRPF ഉൾപ്പെടെയുള്ള ആന്റി നർക്കോട്ടിക് ബ്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു. ഞാനും പങ്കെടുത്തതാണ്. അവരുടെ എല്ലാ സഹായം നമുക്കിതിൽ ലഭിക്കുകയാണ്. പെരുമ്പാവൂർ ലഹരി ക്യാപിറ്റൽ എന്ന കുപ്രസിദ്ധി മാറണം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പവിത്രവും മനോഹരവുമായ സ്ഥലമാണിവിടെ. തന്നെയുമല്ല, ബുദ്ധിശാലികളായ ജനങ്ങൾ താമസിക്കുന്ന ഒരു നാടാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ അതിഥി തൊഴിലാളികളാകാം. പക്ഷേ വ്യാപനം നടത്തുന്ന അവർ മാത്രമല്ല, മലയാളികളുമുണ്ട്. തൊഴിലാളികളെ മറയാക്കി പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ കാണാതെ കടന്നു പോകരുത്. അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിശാലികളായ ആളുകളാണ്. ഇവരിപ്പം നമ്മൾ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയ ശേഷം ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി അല്പം നിശബ്ദമാണ്. വലിയ ബുദ്ധിമാന്മാരാണിവർ. അവരിപ്പോൾ ചെയ്തിരുന്നത് ഇത് പോലീസിന്റെ ഒരു ആരംഭ ശൂരത്വമാണ്. 1 മാസം 2 മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകും. അപ്പോൾ നമുക്ക് വ്യവസായവും വ്യാപാരവും തുടങ്ങാം എന്ന് കരുതി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.